സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഇന്ന് തിങ്കളാഴ്ച ഇനി 2 ദിവസം കൂടിയാണ് നമ്മുടെ ഓൾറെഡി മെയിൻ്റെനൻസും സ്പേസും കാര്യങ്ങളും പിന്നെ ഒരു കുഞ്ഞ് ഗീവ് എല്ലാം ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ എന്തായാലും എല്ലാവരും ഹാപ്പിയൊക്കെ ആയിട്ടിരിക്കുക. നമ്മുടെ കൂലിയും അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ ഈ ഫുട്ബോളും ഒരേ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ അന്ന് ആരെങ്കിലും ബർത്ത്ഡേ ഉള്ളവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തായാലും മച്ചാമാരെ, നമുക്ക് പൊളിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഇന്ന് ഓൾറെഡി എല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാത്തിനെ പറ്റിയാണ് മച്ചാമാരെ ഓൾറെഡി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോൾ മച്ചാമാരെ, വീഡിയോ ഇട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക. മച്ചാമാരെ, ഓൾറെഡി നമ്മൾ നൈറ്റ് 8 മണിക്കാണ് ലൈവ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് 1 vs 1 കോമാച്ചുമാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോമാച്ച് തന്നെയാണ്, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ, നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ മച്ചാമാരെ പറയാൻ പോകണം, നമുക്കറിയാം സീസൺ അപ്ഡേറ്റ് മെയിൻ്റെനൻസ് ഇന്ന് വന്നു, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ മച്ചാമാരെ, ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ടൈം അനുസരിച്ച് ഒരു 3:30 ആകുമ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ അടുത്ത ദിവസം ഒരു 1:30 ആകുമ്പോൾ, നിങ്ങൾക്കറിയാം കൂടുതലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിലായിരുന്നു അപ്ഡേറ്റ്. അപ്പം ഇപ്രാവശ്യം നേരത്തെ ആക്കി, 1 മാസം മുമ്പേ അപ്ഡേറ്റ് വന്നു. അപ്പം ഒരു 3:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ബുധനാഴ്ച നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ആകാശ് ബ്രോ അതുപോലെ ഹഫീസ് ബ്രോയ്ക്കൊക്കെ ഇന്നലെ 100 പോയിന്റ് റൊണാൾഡിനെ കിട്ടി. എല്ലാവർക്കും കിട്ടട്ടെ മച്ചാമാരെ. അപ്പം നമുക്ക് സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പം എന്താ പറയുക, ഓൾറെഡി നമ്മുടെ ആകാശ് ബ്രോ ഒക്കെ ചോദിച്ചായിരുന്നു, കാരണം എങ്ങനെയാണ് ബ്രോ ബുധനാഴ്ച ആകുമ്പോഴത്തേനും മച്ചാമാരെ നിലവിൽ നമുക്കിപ്പോൾ ഉള്ള എല്ലാം പോകും, എല്ലാ ക്ലൂവേർട്ട് മാനേജറും എല്ലാം കംപ്ലീറ്റ് അടക്കം എല്ലാം പോകും, ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ അതെല്ലാം പോയതിന് ശേഷം നമുക്ക് ബുധനാഴ്ച ഒരു 3:30 ആകുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം ഗെയിം പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് അപ്പോൾ അന്ന് മച്ചാമാരെ ഞാൻ വിചാരിക്കുന്നത് ഒരു മെയിൻ്റെനൻസ് ലൈവ് എന്തൊക്കെ വരും ചെറിയൊരു ഡിസ്കഷൻ നിങ്ങളുമായിട്ടൊക്കെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമ്മൾ അന്ന് ലൈവൊക്കെ ഇട്ടാലെന്ന് വിചാരിക്കണം, നമ്മൾ ലൈവ് ഇല്ല ശരിക്കും ബുധനാഴ്ച. അപ്പോൾ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ രാത്രിയൊക്കെ ലൈവ് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കയറാൻ വെച്ചാൽ പിന്നെ വ്യാഴാഴ്ച നമ്മൾ എന്തായാലും ലൈവ് ഉണ്ടാവും. ഒരു ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും ലൈവ് വരും ഗൈസ്. ഒരു രാവിലെ ഒരു 11 മണി 10 മണി തൊട്ട് എന്തായാലും നമ്മൾ ലൈവ് സെറ്റാക്കും, ഫുഡൊക്കെ കഴിച്ച് നേരത്തെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും വ്യാഴാഴ്ച നമുക്ക് അന്നേരം പൊളിക്കാം. അപ്പോൾ എന്തായാലും മച്ചാമാർ, ഓൾറെഡി നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി പറയുകയാണ് ഗൈസ്. ഓൾറെഡി നമ്മൾ ഗിവേൻ്റെ കാര്യം പറയാം. 2 GB ആണ് മച്ചാമാർ ഏകദേശം ഇവരിപ്പോൾ പറഞ്ഞത് ഒരു അപ്ഡേറ്റ് സൈസ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ. അപ്പം നിങ്ങൾ ഉറപ്പിച്ച മച്ചാമാർ എന്തായാലും അതിൽ കൂടെ ഒരു 2 GB അത്യാവശ്യം നല്ല സ്പേസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പും അതിലൊക്കെ ക്ലിയർ ക്യാച്ചൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാം മച്ചാമാർ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്റ്റോറേജ് സെറ്റാക്കി, കാരണം കൊനാമിയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറയാൻ പറ്റില്ല, ചിലവർക്ക് എനിക്കൊക്കെ മച്ചാമാർ ഓൾറെഡി 2.5 GB ഒക്കെ ഉണ്ടായിരുന്നു, ചിലവർക്ക് കുറഞ്ഞ GB ആയിരുന്നപ്പം അതൊക്കെ എന്താണെന്നറിയില്ല മച്ചാമാർ. അപ്പോൾ ഓൾറെഡി എല്ലാവരും സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മച്ചാമാർ, ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങളൊരു വൈഫൈ യൂസറാണോ അതേപോലെ മൊബൈൽ ഡാറ്റ യൂസറാണോ. അപ്പോൾ ഗൈസ് നമ്മൾ ഗീവ് ഇപ്രാവശ്യം ചെയ്യുന്നത് മച്ചാമാരെ, കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് ആർക്കെങ്കിലും നെറ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്ത് തന്നാലോ എന്നാണ് ഞാൻ ഗീവ് വിചാരിക്കുന്നത്. ചെറിയൊരു ഗീവ് ആയിട്ട് ഒരു 50 രൂപ 35 രൂപേൻ്റെ ഓഫേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും ഓണാക്കി ആകുമ്പോൾ നമുക്ക് പൊളിക്കാം. അപ്പോൾ ഗൈസ് അതാണ്. അപ്പോൾ കോയിൻ ഇപ്രാവശ്യം നമുക്ക് മാറ്റാമെന്ന് വിചാരിക്കും, കാരണം ഓൾറെഡി നമുക്ക് നെറ്റിൻ്റെ ഒക്കെ പ്രശ്നമുള്ളൊരു ഉണ്ടല്ലോ ലൈവിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക മച്ചാമാരെ. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഫുട്ബോൾ കണക്ട് ലൈവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അവർ ഓൾറെഡി കൺഫേം ചെയ്തൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഡോർമണ്ടിൻ്റെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വന്നവരെ തന്നെ ഉറപ്പായിട്ട് അവർ ആ ഒരു അപ്ഡേറ്റിലൂടെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ ഒരു പ്ലെയർ എക്സ്ചേഞ്ചിൻ്റെ ഡൗട്ട്, പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ഒരു മാസ്റ്റർ ലീഗിൻ്റെ ഡൗട്ട്, ഈ കാര്യങ്ങളൊക്കെ അംബാസഡർ പാക്ക്, പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോ ലീക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ആയിരിക്കും കൂടുതൽ കിട്ടുക. നിങ്ങൾക്കറിയാലോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും അവർ ആ കണക്ട് ലൈവിലൂടെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ലൈവ് ഇട്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അതിലൂടെ പറഞ്ഞുതരാം. പിന്നെ മച്ചാമാരെ, നമുക്ക് എല്ലാവർക്കും അന്ന് എക്സിബിഷൻ മാച്ച് മാത്രമേ കളിക്കാറിയോ. നിങ്ങൾക്കറിയാലോ ഓൾറെഡി മെയിൻ്റെനൻസ് ടൈമിൽ നമുക്ക് 1 vs 1 കോമാച്ച് ഒന്നും കളിക്കാൻ പറ്റില്ല, അവർ തരുന്ന ടീമുമായിട്ടിട്ട് കളിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ മച്ചാമാരെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉപകാരമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഗൈസ്, എല്ലാ യൂസേഴ്സിനും മാച്ച് പാസ് റീസെറ്റ് ആവും. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ ഒരു കൊനാമി ഐഡിയെങ്കിലായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി, അത്ര പരിപാടിയുള്ളപ്പോൾ. എന്തായാലും മച്ചാമാരെ എല്ലാവരും മറന്നു പോകാണ്ട് ഇതൊന്ന് ചെയ്യുക. നമ്മുടെ പുതിയതായി വരുന്ന പയ്യന്മാരായാലും എല്ലാവരും ഒന്ന് ചെയ്തിരിക്കുക, കാരണം കുറേ യൂസേഴ്സ് ന്യൂ ആയിട്ട് ഈ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അവർക്ക് അധികം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് എങ്കിലും ചെയ്ത് വെച്ചേക്കുക, കാരണം ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, എൻ്റെ ഒന്നും പോയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ ഇടയ്ക്കാണ് ലിങ്ക് ചെയ്ത് 2 ദിവസം മുമ്പ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് വെക്കുക. പിന്നെ മച്ചാമാരെ, മാച്ച് പാസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളെല്ലാ യൂസേഴ്സിനും ഏകദേശം എനിക്കൊന്ന് 700 800 1000 അങ്ങോട്ട് കോയിൻ കിട്ടിയായിരുന്നു. അതായത് നമ്മൾ 300 രൂപ കൊടുക്കും, 300 കൊടുത്ത് കഴിഞ്ഞാൽ 600 രൂപ കൊടുക്കും. ഗൈസ് ഓൾറെഡി പുതിയ യൂസേഴ്സിന് ഇത് എന്താ സംഭവം എന്ന് അറിയുന്നുണ്ടാവില്ല. അതായത് മച്ചാമാർ, ഓൾറെഡി നമ്മുടെ കോയിനാണല്ലോ നമ്മുടെ മെയിൻ സാധനം. അപ്പം 300 കോയിൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 600 കോയിൻ ഇങ്ങോട്ട് കിട്ടും, 600 കോയിൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു 1200 കോയിൻ ഇങ്ങോട്ട് കിട്ടും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും മച്ചാമാർ അത് വരട്ടെ എന്ന് ഞാൻ അധികം എല്ലാവരും എന്താ പറയുക, ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അംബാസഡർ പാക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മച്ചാമാർ അത് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മച്ചാമാർ, ഓൾറെഡി നിങ്ങൾക്കറിയാം
നല്ല നല്ല എപ്പിക് പാക്കുകളായാലും പിന്നെ നമ്മുടെ ചാൻസ് ഡീലിൻ്റെ കാര്യം മച്ചാൻ ഓൾറെഡി ഇതുവരെ അവർ കൺഫേം ചെയ്തിട്ടില്ല. ഇന്നും ഒരു നല്ല പാക്ക് വന്നിട്ടുണ്ട്. എത്ര 54 മണിക്കൂർ അങ്ങാണ്ട് സംഭവം 3 ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് വന്നു. നാളെ മിക്കവാറും നല്ലൊരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും മച്ചാവരെ നിങ്ങളാരും അതിൽ കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു ഇത്. എന്നാലും മച്ചാവരെ ചിലവർക്കൊക്കെ 100 കോയിൽ കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് സനയൊക്കെ കിട്ടിയവരുടെന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ കഴിച്ച് എന്താ പറയുക, ചാൻസ് ഡീലിൻ്റെ കാര്യം ഇനിയിപ്പോൾ ഇന്ന് തിങ്കളാഴ്ച മച്ചാവരെ 2 ദിവസം കൂടി ഇനി ആകുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഇവർ അറിയിക്കും. മച്ചാൻ ഇതുവരെ വരാത്തത് കൊണ്ട് നിങ്ങളാരും 5 സ്റ്റാർ പ്ലേയേഴ്സിനെ ഒന്നും റിലീസ് ചെയ്ത് കളയേണ്ട, ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പിന്നെ മച്ചാന്മാർ ഓൾറെഡി എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഒന്നാമത് മച്ചാന്മാർ നമ്മുടെ മിക്കാൽ ബ്ലോലാക്ക്, സ്ലാറ്റൻ, പിന്നെ റോയ്ക്കീന്, പിന്നെ ഹെൻറി, ഇവരൊക്കെ ഓൾറെഡി തിയറി ഹെൻറി ഒക്കെ നമ്മുടെ ഡാറ്റാബേസിലുണ്ട്. മച്ചാൻ്റെ ഡാറ്റാബേസിൽ ഓൾറെഡി ഉള്ള, അതായത് വോയിസ് ഔട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന എല്ലാ പ്ലേയേഴ്സും കൺഫേം ആയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ എപ്പിക് ആയിരിക്കില്ല, മിക്കവാറും പെലയൊക്കെ വന്ന പോലെ ഒരു പാക്കിൽ എന്തായാലും കൺഫേം ആയിട്ട് ഈ ഒരു വർഷം ഉറപ്പായിട്ടും കൊണ്ടുവരും. കാരണം അതിൽ വന്നത് മുഴുവൻ എന്തായാലും അവർ തരാണ്ടിരിക്കില്ല. അപ്പം ഏത് ടൈമിലാണ് തരികയെന്ന് പറയാൻ പറ്റില്ല. മച്ചാ അവരെ കനാമിയുടെ ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പം മച്ചാൻ ഇത്തരം കാര്യങ്ങളാണ് ഓൾറെഡി നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഞാൻ നാളെ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും മച്ചാന്മാരെ മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചാന്മാരെ ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ കാണുന്ന പയ്യന്മാരൊക്കെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു കോയിൻ ഗീവ് ഒക്കെ തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മച്ചാന്മാരെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ഞാൻ കുറേ ആപ്പ് ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആപ്പോ കാര്യങ്ങളോ അല്ലാണ്ട് തന്നെ പൈസ സെറ്റ് വഴിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആവട്ടെ മച്ചാന്മാരെ. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ഗീവ് എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മച്ചാന്മാരെ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.